ഗുഡ് മോർണിംഗ് എവരി വൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ നമ്മളുടെ തംബ്നെയിലിൽ അല്ലെങ്കിൽ ഹെഡിങ്ങിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ യൂട്യൂബിൽ PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചാനലുകളിലും എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ഒരു പേര് മാത്രമാണ് നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതിനൊരു അത്ഭുതവുമില്ല എന്ന് തന്നെ പറയട്ടെ. കാരണം എന്താ വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാം ആ ഒരു രീതിയിൽ വളരെ നല്ല ഒരു പോസ്റ്റ് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇന്ന് നമ്മൾ പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്നത് 2-3 വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബ് പ്രൊഫൈല് മറ്റു കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഒരു മാസം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാക്കിയുള്ള ചാനലുകളൊക്കെ എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മളിവിടെ നിന്ന് കൂടിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. അപ്പോൾ എക്സാം എന്താണ്, ജോലി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായിട്ടുള്ള സിലബസ് നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഏതാണ്ട് ഒരു ഊഹമുണ്ട് അല്ലേ. ഇപ്പോൾ LSGIയുടെ എക്സാമിൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറേ ആളുകൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള നമ്മളുടെ ഒരു ബാച്ചിൽ നിങ്ങൾ കുറേ പേരുണ്ടായിരുന്നതായിരിക്കാം. അപ്പോൾ അതിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇപ്രാവശ്യം പ്രിലിംസിന് ശേഷം മെയിൻസിൽ 2 പേപ്പറുകളുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഓൾറെഡി കഴിഞ്ഞ 2022 എക്സാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മെയിൻസിൽ 43 ജസ്റ്റ് മുകളിലാണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ടഫായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു. മേ ബി PSC എക്സാമുകളുടെ രീതി പാടെ ഒന്ന് മാറ്റി തുടങ്ങിയ ഒരു എക്സാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓർക്കാൻ പറ്റുന്ന ഒരു എക്സാം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാം ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്രാവശ്യവും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോംപ്രഹെൻസീവായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരു പ്ലാനോടുകൂടി പഠിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഓരോരോ വിഷയങ്ങളും തീർത്ത് നമ്മൾ പോകേണ്ടതുണ്ട്. എപ്പോഴും എല്ലാ എക്സാമും കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം ആലോചിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്ന ഒരു കാര്യമാണല്ലേ, ആ ഒരു പോർഷനിൽ കുറച്ചുകൂടി സമയം കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു, കൊടുക്കാൻ പറ്റിയില്ല, അവിടെ നിന്ന് ചോദ്യം വന്നു. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സ്ഥിരമായിട്ടല്ല എല്ലാ ചോദ്യങ്ങളിലും അല്ലെ. വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും, ഇത്രയും കാലമായിട്ട് എന്താണ് ഒരു പോർഷനിൽ സമയം കൊടുക്കണ്ടേ, നേരത്തെ തുടങ്ങണ്ടേ എന്നൊക്കെ. അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യാൻ പോവുകയാണ്? നേരത്തെ തുടങ്ങുകയാണ്. ഒരു പ്ലാനോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ആരംഭിക്കുകയാണ് ഇത്തവണ. അപ്പോൾ എഗെയിൻ ഞാൻ പറയട്ടെ, ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഞാൻ എഗെയിൻ കടക്കുന്നില്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു പേര് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല, നമ്മളുടെ വിജിലൻസിലേക്കാണെന്നുണ്ടെങ്കിൽ പല പല ഓഫീസുകളിലേക്ക്, കേരള PSCയുടെ ഓഫീസുകളിലേക്ക്, അല്ലെങ്കിൽ ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസുകളിലേക്ക്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരുപാട് ഇടങ്ങളിലേക്ക് എടുക്കുന്നുണ്ട്. കൂടുതൽ പോസ്റ്റുകൾ സെക്രട്ടേറിയറ്റിലേക്ക് എന്നതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന പേരിൽ അത് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ശമ്പളമാണ്. അണ്ടർ സെക്രട്ടറി തലത്തിൽ മുതൽ സ്പെഷ്യൽ സെക്രട്ടറി ലെവലിലേക്ക് വരെ എത്താൻ പറ്റുന്ന, സീനിയോറിറ്റി അനുസരിച്ച് നമ്മളുടെ സർവീസ് അനുസരിച്ച് എത്താൻ പറ്റുന്ന വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ബഹളം, ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയധികം ബഹളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. നമ്മൾ വരുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്കാണ്. സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ഒരു സിലബസ് വന്നതിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, അതായത് നിങ്ങളിപ്പോൾ UPSC എക്സാമുകളിൽ നമ്മൾ പിന്നെയും കുറേ അധികം കേൾക്കുന്ന മറ്റൊരു വാക്കാണ് അല്ലേ, PSC UPSC ആകുന്നു എന്ന രീതിയിലേക്ക്. 100% ഞാൻ UPSC പോലെ ആയി എന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. കാരണം അതിലേക്കുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് കുറച്ചുകൂടി നമുക്ക് പറയാൻ സാധിക്കുക. ഇപ്പോഴും പഴയ രീതിയിലുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്, എന്നാൽ പുതിയ രീതിയിലുള്ള എലിമിനേഷൻ ടെക്നിക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളമായിട്ട് വന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സ് ഓഫ് എന്താ പറയുക, ബോത്ത് എന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ പറയാൻ സാധിക്കുക. ഇനി ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ UPSC ആ മെത്തേഡിലേക്ക് PSC മാറുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, മെത്തേഡ് മാറ്റണം തീർച്ചയായിട്ടും. അതും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതെന്താണ്? ഈ എലിമിനേഷൻ മെത്തേഡ് ആവട്ടെ, ഇവയെല്ലാം ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ലെവൽ. അതായത് നമ്മുടെ കയ്യിൽ ഡേറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പോർഷനുകൾ വൃത്തിയായി പഠിച്ച് എന്താ പറയുക സ്വായത്തമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എലിമിനേഷൻ മെത്തേഡും എവിടെയും പോയിട്ട് ചെയ്യാൻ പറ്റില്ല. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് തന്നെയാണ്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്ന് തന്നെയാണ്. അവിടേക്കാണ് നമ്മൾ അടുത്ത പോർഷനിലേക്ക് വരുന്നത്. സോഴ്സുകൾ നമുക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. SCERT NCERT പുസ്തകങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. അവ പഠിച്ചിട്ട് പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കാര്യങ്ങൾ മാറി, ഡയറക്റ്റ്ലി ചോദിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് അപ്ലിക്കേഷൻ തലത്തിലേക്ക് ക്വസ്റ്റ്യൻസ് മാറുന്നു എന്നതാണ് നമുക്കിവിടെ നിലവിൽ മാറിയ രീതിയിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 2022 തന്നെ നമ്മൾ എക്സാം അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ളൊരു ചോദ്യമായിരുന്നു, അതിനടുത്ത് നടന്നിട്ടുള്ള അറേബ്യൻ സീയിലോ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലും മറ്റുമായിട്ട് വന്നിട്ടുള്ള സൈക്ലോണിക് സർക്കുലേഷൻസ്, ആരാണ് അതിന് പേര് കൊടുത്തത്, ഏത് കടലിലായിരുന്നു അത് ഉണ്ടായിരുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, പേരെവിടെയായിരുന്നു, ഏത് ഭാഗത്ത് നാശനഷ്ടം വരുത്തി, ഇത്തരം ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ജിയോഗ്രഫിയിൽ പഠിക്കുന്ന കാര്യം എന്താ? സൈക്ലോണുകളെ കുറിച്ച്, അവ എങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ച്. അതെന്ത് ചെയ്തു, അത് കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത്
ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എന്ത് ചെയ്തു, ഒരു ചോദ്യമാക്കിയിട്ട് PSC എന്ത് ചെയ്യുകയാണ്, ചോദിച്ച് തുടങ്ങുകയാണ്. സോ ബേസിക് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാത്തിനും കൂടി ചേർത്താണ് എന്തെന്ന് പറയുന്നത്, ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. എന്താണ് സ്റ്റഡി പ്ലാൻ? ഒരാഴ്ചയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പോർഷൻസ് തരികയാണ്. നമ്മളിപ്പോൾ നിങ്ങൾ കുറേ ആളുകളെങ്കിലും എനിക്ക് തോന്നുന്നു UPSC പ്രിപ്പയർ ചെയ്ത ആളുകൾ ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ടൈം ടേബിൾ കാണുകയെങ്കിലും ചെയ്ത ചിലരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടെ ടെസ്റ്റ് സീരീസുകളിൽ കുറച്ച് ദിവസങ്ങളിലേക്കുള്ള പോർഷനുകൾ തരും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ടെസ്റ്റ് നടത്തും. അതിനുശേഷം എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഡിസ്കഷൻ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാക്കും. ഇതേ മെത്തേഡാണ് നമ്മളും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. ട്യൂസ്ഡേ, അതായത് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന സിലബസിൽ നിന്ന് തിങ്കളും ചൊവ്വയും നിങ്ങൾ എന്ത് ചെയ്യും, 2 ഭാഗങ്ങൾ പഠിക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു ചെറിയ നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഉണ്ടാകും. തേഴ്സ്ഡേ ഒരു ടെസ്റ്റ് ഉണ്ടാകും. സാറ്റർഡേ വീക്കെൻഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, 25 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ആ ആഴ്ചയിലെ പോർഷൻസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് തരും. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ഇൻക്ലൂഡിംഗ് ദ ഓപ്ഷൻസ്, നമുക്കറിയാം അക്കാഡമിക്സിൻ്റെ നിങ്ങൾ RRB SSC ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓപ്ഷൻസ് ഉൾപ്പെടെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ചർച്ചയും നിങ്ങൾക്ക് ലഭ്യമാകും. ഓൾറെഡി 2 ആഴ്ചകളിൽ കഴിഞ്ഞ ഭാഗങ്ങൾ, കംപ്ലീറ്റ് വേൾഡ് ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ അക്കാഡമിക്സ് PSCയുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വളരെ കോംപ്രിഹെൻസീവായിട്ട് ഓരോരോ ആഴ്ച തോറും നമ്മൾ പോർഷനുകൾ കവർ ചെയ്ത് പോയി മന്ത് എൻഡിൽ ആ മാസം മുഴുവൻ നടന്ന പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി വലിയൊരു എക്സാം നടപ്പിലാക്കി ആ രീതിയിൽ നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്ന് പ്രിലിംസിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രിലിമിനറിയുമായി ബന്ധപ്പെട്ട മുഴുവൻ പോർഷൻസും പഠിച്ച് തീർത്ത് റിവിഷൻ നടത്തി എക്സാം എഴുതി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, നമ്മളുടെ പക്കാ റിവിഷന് വേണ്ടിയിട്ടുള്ളതും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് PSC മോഡലിലുള്ള എക്സാമുകൾ എഴുതി ഡിസ്കഷൻ കണ്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി പ്ലാൻ ഉള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്, ഈ സ്റ്റഡി പ്ലാൻ ആർക്ക് പങ്കെടുക്കാം, കോഴ്സ് അക്കാഡമിക്സ് PSCയുടെ കോഴ്സ് എടുത്ത ആളുകൾക്ക് മാത്രമാണോ? തീർച്ചയായിട്ടും അല്ല. നമ്മുടെ അക്കാഡമിക്സ് PSC ടെലിഗ്രാം ചാനലിൽ വരുന്ന ഏതൊരാൾക്കും അതിൻ്റെ ടൈം ടേബിൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സിബിൾ ആയിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് സോഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളത് പഠിക്കുക എന്നുള്ളതാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യം പഠിച്ചത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ആ പരീക്ഷ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്കഷൻ കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന അപ്രോച്ച് കറക്റ്റ് ആണോ, ഇതിലേതെങ്കിലും ഒരു ചോദ്യം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇത്തരം കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം പറയുകയാണ്. സോ സ്റ്റഡി പ്ലാൻ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നമ്മൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ സ്റ്റഡി പ്ലാനിനോട് ചേർത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ലഘു വീഡിയോകൾ ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് ഒരാഴ്ച നിങ്ങൾ ഏത് ഭാഗമാണോ പഠിക്കുന്നത് ആ ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും അധികം കഴിഞ്ഞൊരു 3 വർഷത്തെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ വരുന്ന ചില ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്ത് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, റാങ്ക് മേക്കിംഗ് വീഡിയോസ് കൂടി നമ്മൾ യൂട്യൂബ് ചാനൽ വഴി തന്നെ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അതുകൂടി കാണുക. കാരണം ചില എക്സാമുകൾ കഴിഞ്ഞ സ്റ്റഡി പ്ലാനുകളുടെ ചില എക്സാമുകൾ നമ്മൾ ഫൈനൽ സാറ്റർഡേ എക്സാമുകൾ കഴിഞ്ഞപ്പോൾ ചിലർ പേഴ്സണലിലേക്ക് മെസ്സേജ്, സാർ ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇത് എവിടുന്നാണ് വന്നത്, ഇത്തരം ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. PSC നമ്മളോട് എപ്പോഴും നമുക്കറിയുന്ന ചോദ്യങ്ങൾ മാത്രമാണോ ചോദിക്കുക? തീർച്ചയായിട്ടും അല്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ഉൾപ്പെടുത്തും. അവ കൂടി നമ്മൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോകേണ്ടതുണ്ട്. ആ പ്രാക്ടീസാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് ആ ടൈം ടേബിൾ എടുക്കാം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അക്കാഡമിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സിൻ്റെ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷേ അത് എങ്ങനത്തെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏത് പോർഷനിൽ നിന്നും ഏത് റിസോഴ്സിൽ നിന്നും പഠിക്കാൻ പറ്റിയൊരു കാര്യം കൂടിയാണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് കൂട്ടുകാരോട് പറയാനുള്ളത്. ഇനി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഉടനെ തന്നെ ഒരു തുടർച്ചയായിട്ട് മാസത്തിൽ ഒരു 2 കറണ്ട് അഫയേഴ്സ് ക്ലാസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും. കുറച്ച് കറണ്ട് അഫയേഴ്സ് അങ്ങോട്ട് എത്തിയതിന് ശേഷമായിരിക്കും നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർഷനുകൾ ഉൾപ്പെടുത്തി തുടങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ തന്നുകൊണ്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നതായിരിക്കും.
തീർച്ചയായും കഴിഞ്ഞ 3 എന്താ പറയുക ആഴ്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതൊരു പരിചയമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മോക്ക് സ്റ്റഡി പ്ലാൻ പോലെ പൈലറ്റ് മോഡലായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി പ്ലാനുകൾ തരുന്നുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ തന്നെ എത്രത്തോളം കവർ ചെയ്തു നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അത് പക്ഷേ മാതൃകാ സ്റ്റഡി പ്ലാനുകളാണ്. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഹാബിറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, സോ ദാറ്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതനുസരിച്ച് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആ ഭാഗങ്ങൾ മുഴുവൻ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പ്രിലിമിനറിക്കും മെയിൻസിലേക്കും സ്പെഷ്യൽ ടോപ്പിക്കിലേക്കും പിന്നീട് ഇൻ്റർവ്യൂവിലേക്കും നടന്നു കയറാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. താങ്ക് യു എവരിവൺ.